ബഹുമാനപ്പെട്ട ഗുരുജനങ്ങളെ, പ്രിയ കൂട്ടുകാരെ, കേരള നവോത്ഥാനത്തെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമുക്ക് കേൾക്കാൻ കഴിയുന്ന ഒരു പേരാണ് ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ. 1805 ഫെബ്രുവരി 10 കുട്ടനാട്ടിലെ കൈനകരിയിൽ ജനിച്ചു. കുട്ടിക്കാലം മുതലേ ചലനാത്മകമായ ബഹുമുഖ വ്യക്തിത്വത്തിനുടമയായിരുന്നു അദ്ദേഹം. സാക്ഷരതയുടെ പിതാവ്, അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ, ദൈവദാസൻ, പോൾ സ്റ്റാർ എന്നീ പേരുകളിൽ അറിയപ്പെട്ട ചാവറയച്ചന്റെ ബാല്യത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന ചിന്ത ഹൃദയത്തിലും ആദരത്തിലും ഏറ്റുവാങ്ങിയ താപസവര്യന്റെ ജനനം ജാതിയുടെയും മതത്തിന്റെയും പേരിൽ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നടമാടിയിരുന്ന കാലഘട്ടത്തിലായിരുന്നു. കൊച്ചു കുര്യാക്കോ എന്ന ഓമന പേരിൽ വിളിച്ചിരുന്ന ഈ പൈതലിനെ 5ാം വയസ്സിൽ എഴുത്തിനിരുത്തി. അക്ഷരങ്ങൾ കൊണ്ട് അഗ്നിശുദ്ധി വരുത്തുവാൻ കളരിയിലെ പഠനം ഉപകരിച്ചു. പഠനത്തോടൊപ്പം ആത്മീയ മേഖലയിലും വളരുവാൻ ചാവറപ്പിതാവിന്റെ ബാല്യത്തിന് കഴിഞ്ഞു എന്ന് പറയട്ടെ. മാതാപിതാക്കളുടെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കുമെന്ന സുവിശേഷം ഈ കൊച്ചു ബാലനിൽ അക്ഷരപ്രതി നിറവേറിയതിന്റെ തെളിവാണ്. ഭക്തരായ മാതാപിതാക്കളുടെ ശിക്ഷണവും ഉപദേശവും കൊച്ചു കുര്യാക്കോയിൽ നന്മ വിളയിച്ചു. എല്ലാവരും ദൈവത്തിന്റെ മക്കളാണെന്ന് അരക്കിട്ടുറപ്പിക്കുന്ന പല സംഭവങ്ങളും സാക്ഷ്യം വഹിക്കുവാൻ കൊച്ചു കുര്യാക്കോസിന്റെ ബാല്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്. തന്റെ കൂട്ടുകാരുടെ മതമോ ജാതിയോ നിറമോ ഒന്നും കൊച്ചു കുര്യാക്കോസ് അന്വേഷിച്ചിരുന്നില്ല. എല്ലാവരും നന്നായി വിദ്യാഭ്യാസം നേടണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. എല്ലാവരും ഒരുമിച്ചിരുന്ന് പഠിക്കണം എന്നാണ് അദ്ദേഹം സ്വപ്നം കണ്ടത്. അതിനായി കൊച്ചു കുര്യാക്കോ കഠിന പ്രയത്നം നടത്തി. കാലം കാത്തുവെച്ച പ്രവാചകനായി മാറിയ കുര്യാക്കോസ് അച്ഛന്റെ ബാല്യം അനുഗ്രഹീതം അല്ലാതെ മറ്റെന്താണ്? ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ നടമാടിയിരുന്ന വിവേചനങ്ങൾക്കൊന്നും കൊച്ചു കുര്യാക്കോസിനെ തളർത്താൻ കഴിഞ്ഞില്ല. അതിനെതിരായി പൊരുതാൻ കരുത്തുള്ള മനസ്സിനുടമയായ കുര്യാക്കോസ് അച്ഛന് കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ബാല്യം പോലെ നമ്മുടെ ബാല്യങ്ങളും നിറമുള്ളതാക്കി തീർക്കാം. നമ്മുടെ കൊച്ചു ചിന്തകളും തീരുമാനങ്ങളും ഈ വലിയ ലോകത്തെ മാറ്റാൻ കാരണം